മന്ത്രി പി രാജീവ് നേതൃത്വം നൽകുന്ന കൃഷിക്കൊപ്പം കളമശ്ശേരി മൂന്നാമത് കാർഷികോത്സവത്തിന് തുടക്കമായി. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി നടൻ പൃഥ്വിരാജ് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. കിൻഫ്രയുടെ നേതൃത്വത്തിൽ പുതിയ ഫുഡ് പ്രോസസിംഗ് പാർക്ക് മന്ത്രി പി രാജീവ് ചടങ്ങിൽ പ്രഖ്യാപിച്ചു. വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് കാർഷികോത്സവം ആരംഭിച്ചത്. കടമ്പൻ മൂത്താൻ എന്ന കഥാപാത്രം ഘോഷയാത്രയിലെ മുഖ്യ ആകർഷണമായിരുന്നു. ആഹ്ലാദവും അഭിമാനവും തോന്നുന്ന രീതിയിൽ കളമശ്ശേരിയിലെ കാർഷിക മേഖല മാറിയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. കാർഷിക മേഖലയ്ക്ക് ഊർജ്ജം പകരുന്ന പദ്ധതികളും മന്ത്രി പ്രഖ്യാപിച്ചു. 37.5 ഏക്കറിൽ കിൻഫ്രയുടെ നേതൃത്വത്തിൽ കുന്നുകരയിൽ ഫുഡ് പ്രോസസിംഗ് പാർക്ക് ആരംഭിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കുന്നുകര പഞ്ചായത്തിൽ കൃഷിക്കൊപ്പം കളമശ്ശേരിയുടെ അടുത്ത ഘട്ട പദ്ധതിയായി 37.5 ഏക്കറിൽ പുതിയ ഫുഡ് പ്രോസസിംഗ് പാർക്ക് കിൻഫ്രയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു. ആ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. 500 കോടി മുതൽ മുടക്കിൽ ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഫുഡ് പ്രോസസിംഗ് പാർക്കും കളമശ്ശേരി മണ്ഡലത്തിൽ തന്നെ ആരംഭിക്കാൻ പോകുന്ന കാര്യവും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഫ്ലിപ്കാർട്ടുമായി ചേർന്ന് നമ്മൾ MOU ഒപ്പുവെച്ചിട്ടുണ്ട്. ഗവൺമെന്റ് നിശ്ചയിച്ച സപ്പോർട്ടിംഗ് പ്രൈസിനേക്കാൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ആ സപ്പോർട്ടിംഗ് പ്രൈസിൽ തന്നെ ഫ്ലിപ്കാർട്ട് എടുക്കുമെന്നുള്ള MOU ഒപ്പുവെച്ചിട്ടുണ്ട്. നടൻ പൃഥ്വിരാജാണ് കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തത്. കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം നടത്തുകയാണ്. ഏറ്റവും എഫിഷ്യൻ്റായ അഗ്രികൾച്ചർ മെത്തഡോളജിയും ഏറ്റവും സ്കിൽഡായ അഗ്രികൾച്ചറിസ്റ്റുകളെയും വാർത്തെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും കൂടി നമ്മുടെ സമൂഹത്തിനുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത്തരത്തിൽ ഒരു വഴികാട്ടി കൂടിയാകട്ടെ ഈ കാർഷിക മേള. കർഷകരുടെയും കർഷക കൂട്ടായ്മകളുടെയും സംരംഭങ്ങളുടെയും ഉൽപ്പന്നങ്ങൾ കളമശ്ശേരി കാർഷികോത്സവ സ്റ്റാളുകളിൽ ലഭ്യമാകും. ചാക്കോളാസ് ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രദർശന വിപണനമേള സെപ്റ്റംബർ 2 അവസാനിക്കും. വിവിധ കലാപരിപാടികളും കാർഷികോത്സവത്തിന്റെ ഭാഗമായി ഓരോ ദിവസവും ഉണ്ടാകും. അമൃത ന്യൂസ്, കൊച്ചി.